ചേട്ടാ, എത്ര മണിയോടുകൂടെയാണ് ഈ ഒരു 1:30 മണിയോടുകൂടി ആയിരിക്കും തീ പിടിച്ചതെന്നാണ് കരുതുന്നത്. 1:45 മണിയൊക്കെയോടുകൂടി ഇവിടുന്ന് ഈ വീട്ടിലെ ഒരു സ്ത്രീ ഓടി മുകളിൽ പോവുകയും തൊട്ടടുത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ റോബർട്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പോൾ റോബർട്ടും പെട്ടെന്ന് എത്തിയ ഫയർഫോഴ്സിന്റെ തൊഴിലാളികൾ ജീവനക്കാരോട് ചേർന്നാണ് ഇവിടുന്ന് 8 ബോട്ട് അഴിച്ച് മാറ്റി. ഇല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയാവും. ഇപ്പൊ 9 ബോട്ടും കത്തി, ഒരു ഫൈബർ വള്ളമാണ് കത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ സംയോജിതമായ റോബർട്ടിന്റെയും ഈ സ്ത്രീയുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായെന്നാണ്. അത് പറയാൻ പറ്റില്ല. ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം പറയാൻ പ്രയാസമാണ്. പക്ഷെ ഏതായാലും ഈ 8 കൂടെ ഇവിടുന്ന് മാറ്റില്ലായിരുന്നു. തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഇത് ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ട്. ഏതാണ്ട് പോകാനായിട്ട് മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് അവർ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കുന്നത്. ഒന്ന് ഡീസൽ കത്തും, 2 ആ ഗ്യാസ് കുറ്റി ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആകാശത്തോട്ട് പൊങ്ങി പോകുന്നതൊക്കെ നമ്മൾ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ ദുരന്തമായിരുന്നു. പക്ഷേ ഈ 8 മാറ്റിയതുകൊണ്ടാണ് അതിന്റെ തീവ്രത കുറഞ്ഞത്. ഈ ചെറിയ വഴിയൊക്കെ ആയത് ഇങ്ങോട്ട് മറ്റു വാഹനങ്ങൾ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പരമാവധി ഈ 8 വള്ളമെങ്കിലും മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ മുകളിലുള്ള റോബർട്ട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഓടി വരികയും പുള്ളി സ്ട്രോങ് ആണ്. അങ്ങനെ കുറെ ബോട്ടുകൾ ഓട്ടിച്ച് മാറ്റുകയും ചെയ്തു. ആ ബോട്ടുകളാണ് ഇല്ല കിടക്കുന്നതെല്ലാം. ഇതിന്റെ സമീപത്തായിട്ടായിരുന്നു 2 വലിയ ബോട്ടുകൾ. അതെ, അക്കരയില് മുക്കാടായിട്ട് വരും. അതായത് 1:30 തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഒരു അനുമാനം. അപ്പോൾ ആ 1:30 തീപിടുത്തം ഉണ്ടാകുന്നു. തുടർന്ന് ഈ സമീപവാസിയായിട്ടുള്ള റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ആദ്യം കാണുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം ഇത് എത്രയും വേഗം തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടി മറ്റു വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുമുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചത്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം. കൊല്ലത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ പറയുന്നത് ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. അത് ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നു. അത് അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മറ്റ് ബോട്ടുകളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 8-10 ബോട്ടോളം അവിടെ ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് അവിടെ നിന്ന് അഴിച്ചു മാറ്റി. അതുകൊണ്ടാണ് വലിയ തീപിടുത്തം ഒഴിവായത്. ഇപ്പോൾ 1:30 മണിക്കുണ്ടായ തീപിടുത്തം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 5 മണിക്കൂറോട് അടുക്കുകയാണ് തീപിടുത്തം ഉണ്ടായിട്ട്. ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ലിജോ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ അവിടെ എത്തിക്കേണ്ട സാഹചര്യം എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഈ സമീപവാസികളൊക്കെ എന്താണ് പറയുന്നത്? ഈ തീപിടുത്തം ആദ്യമായി കണ്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണമൊക്കെ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു വള്ളത്തിന് മാത്രമാണ് തീ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിന് മാത്രമാണ്. മറ്റുള്ളവയെല്ലാം തന്നെ അണയ്ക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെ പ്രതികരണവും മറ്റും ഉടനെ നേടാൻ സാധിക്കും. പല വശങ്ങളിൽ നിന്ന്, അതായത് നേരിട്ട് ഇവിടേക്ക് ഫയർഫോഴ്സ് എത്താത്തത് കൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ എത്തിച്ചതിന് ശേഷം പല ഭാഗത്തു നിന്നും അത് പമ്പ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം 2-3 വശങ്ങളിൽ നിന്നും ഈ കത്തുന്ന ഇടത്തേക്ക് ഇത് പമ്പ് ചെയ്യുന്നതാണ് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. പല ബോട്ടുകളും, അതായത് ഇതൊന്നുമല്ല, ഇവിടെ 18-19 ബോട്ടുകളായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 10 ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. മറ്റ് ബോട്ടുകളെല്ലാം ഈ സമീപവാസിയായ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് അവയെല്ലാം തന്നെ ഇവിടെ നിന്നും അഴിച്ചു മാറ്റിയതിനാലാണ് അതായത് പൂർണ്ണമായും കത്തി നശിക്കുന്നതിൽ നിന്ന് അവയൊക്കെ തന്നെ രക്ഷപ്പെടാനും വലിയൊരു ഈ അപകടത്തിന്റെ ഒരു ആഘാതം കുറയ്ക്കാനും സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാരണം മറ്റു കാര്യങ്ങളെല്ലാം അറിയേണ്ടിയിരിക്കുന്നുണ്ട്. രാവിലെ ഈ മത്സ്യബന്ധനം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്, അതായത് രാവിലെ മത്സ്യബന്ധനത്തിനും മറ്റും പോകുന്നതിന് വേണ്ടി പൂർണ്ണമായും ഡീസൽ നിറച്ചിരുന്ന ബോട്ടുകളായിരുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഒരു ആഘാതം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം തന്നെ പൂർണ്ണമായി കത്തിത്തീരുന്നതിനും ഒരു കാരണമായി തീർന്നു. ഇനി ഇത് കൃത്യമായി അന്വേഷിക്കണം. കാര്യം ഈ കുരിപ്പുഴയ്ക്ക് സമീപത്തുള്ള മുക്കാടായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് 2 വലിയ മത്സ്യബന്ധന ബോട്ടുകൾ കത്തി നശിച്ചത്. അതന്ന് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപിടിച്ചത് എന്നുള്ളൊരു നിഗമനമായിരുന്നു. ഗ്യാസ് സിലിണ്ടറൊക്കെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതിന് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കുരിപ്പുഴ പള്ളിക്ക് സമീപത്തും ഉണ്ടായിരിക്കുന്നത്. അതായത് തീപിടുത്തമുണ്ടായി, തീപിടുത്തത്തിന് പിന്നാലെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിൽ അത് പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ,
ഈ ഫയർഫോഴ്സിനൊക്കെ ഇവിടെ എത്തുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ഫയർഫോഴ്സിന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി സൗകര്യമില്ല, അതാണ് പ്രധാന കാര്യം. വലിയ വണ്ടി വന്നിട്ട് റോഡിൽ കിടക്കുകയാണ്, കൊച്ചു വണ്ടി താഴെ ഇറങ്ങി വന്ന്. എത്രയും പെട്ടെന്ന് നമ്മുടെ കേരള സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തീരദേശ മേഖലയിലേക്ക് വേണ്ടി മാത്രം ഈ തീപിടുത്തത്തിൽ അണയ്ക്കാൻ വേണ്ടി ഒരു ബോട്ട് സർവീസോ എന്തെങ്കിലും വേണം. ബോട്ട് സർവീസ് അല്ല, ബോട്ട് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണം ഫയർഫോഴ്സിന് വേണ്ടി. നമ്മള് 20 ഗ്യാസ് കുറ്റിയുണ്ട്, 20 ഗ്യാസ് കുറ്റിയാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്. ആർക്കും പരിക്കുകളൊന്നുമില്ല. കൂടാതെ വലകള് ഒരു ബോട്ടിൽ 50,000 രൂപ വെച്ച് എണ്ണ അടിച്ചിട്ടേക്കാണ് ഇന്ന് പണിക്ക് പോകാൻ വേണ്ടി. ഒരു 10-15 കോടി രൂപയുടെ നഷ്ടം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ബോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. ഭയങ്കര ഈ കൊരിപ്പുഴയിൽ തന്നെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 3 നാളുണ്ടായി. അവിടെ 2 ബോട്ട് കത്തി നശിച്ചായിരുന്നു. അവിടെ ഈ പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റിയില്ല. പിന്നെ വെള്ളത്തിലൊക്കെ വന്നാണ് ഫയർഫോഴ്സുകാർ തീ അണച്ചത്. സുരക്ഷിതം, നിങ്ങൾക്ക് ഈ ബോട്ടിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും. സുരക്ഷിതമല്ലാതെ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നതാണോ ഈ അപകടങ്ങളിലേക്ക്? ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും? ഇതെങ്ങനെ കത്തിയെന്ന് നമുക്കറിയില്ല. ഇനി ആരും കത്തിച്ചതാണോ പിന്നെ ഷോർട്ട് സർക്യൂട്ടാണോ ഒന്നും